വെള്ളത്തിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച ഒരേ ഒരു വ്യക്തി നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ്. അത് പത്രോസിന്റെ പടകായിരുന്നു. ഉപദേശി വന്ന് ഒരാവശ്യം പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി അവൻ കൊടുത്തു. യേശു കർത്താവിന് പ്രസംഗിക്കാൻ ഒരു പടകിന്റെ ആവശ്യം കടന്നു വന്നോ, എൻ്റെ കർത്താവിന്റെ ആവശ്യങ്ങളിൽ പിതാവായ ദൈവം കൂടെ ഇരുന്നു എന്നുള്ളതാ ഒരു ദൂത് പറഞ്ഞോട്ടെ. ചിലപ്പോ ചില ആവശ്യങ്ങൾ ദൈവം നിങ്ങളോട് പറയും. നല്ല മനസ്സോടെ ചെയ്യണേ. ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഈ പള്ളിക്കകത്ത് സ്തോത്രം പറയാൻ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഈ ചർച്ചിനകത്ത് സ്തുതിക്കാൻ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. നല്ല മനസ്സോടെ കൊടുക്കുക. മനുഷ്യർക്കല്ല കൊടുക്കുന്നത്, അത് ദൈവത്തിനാണ്. അവന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയണം. ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ പ്രാപ്തിക്ക് മീതെ ഞാൻ കൊടുത്തു. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, അവൻ ആർക്കും കടക്കാരനല്ല. നിന്റെ വയറിറക്കി കിട്ടി ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി കൊടുത്തത് നിന്റെ അധിക ചെലവ് ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞിന് കുടുംബകാര്യാദികളിൽ ഉൾപരിയായി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിന്റെ വാഹനത്തെ നീ ദൈവത്തിനായി കൊടുത്തിരിക്കുകയാണോ? നിന്റെ സമയത്തെ നീ ദൈവത്തിനായി കൊടുത്തിരിക്കുന്ന അവസ്ഥയാണോ? നിനക്ക് വലുതെന്ന് തോന്നുന്ന പലതും ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നീ കൊടുത്തിരിക്കുന്ന വ്യക്തി ആയിരിക്കുന്നു എങ്കിൽ 40 വർഷമായാലും നിനക്ക് ക്ഷാമം വരത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള സ്ഥലത്ത് ചില ക്ഷാമങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ കാര്യമാ പറഞ്ഞത്. നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എങ്കിലും ചില ക്ഷാമങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ നിങ്ങൾ വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. എന്റെ കർത്താവ് ഇല്ലാത്തത് കൊണ്ടല്ല, എന്റെ കർത്താവ് ഉണ്ട്. കാനായിലെ കല്യാണത്തിന്റെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് എല്ലാവർക്കും അറിയാം. യേശു ഉള്ള സ്ഥലത്ത് ചില ക്ഷാമങ്ങൾ കടന്നു വന്നു. പക്ഷേ ആ ക്ഷാമത്തിന്റെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ഇടപെടൽ അവിടെ സംഭവിച്ചു. ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടേക്ക് സംഭവിച്ചു. ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി സ്വർഗം അവരെ മാനിച്ചുവെങ്കിൽ നിന്റെ ക്ഷാമം, നിന്റെ ഇല്ലായ്മകള് സമൃദ്ധിയായിട്ടുള്ള അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ക്രിസ്തു നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ എവിടെയും കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. അവന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ പോരാ, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. യെരുശലേം ദൈവാലയത്തിൽ കൂടാര പെരുന്നാൾ അടുത്ത് ആഘോഷിച്ച് നടക്കപ്പെടുമ്പോൾ ദേശം മുഴുവന് പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്തിസാന്ദ്രമായിട്ടുള്ള അനുഭവത്തിലേക്ക് ഇരിക്കപ്പെടുമ്പോൾ ആരെ വിഴുങ്ങേണ്ടെന്ന് ഓടി നടക്കുന്ന ശൈത്താന്റെ ശക്തി അടുത്തുള്ള കുടുംബത്തിലല്ല കയറിയത്. ക്രിസ്തു എവിടെ ഇരുന്നോ ആ യേശു കർത്താവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പിശാച് വന്നു. നീ മരണത്തെ കുറിച്ച് ചിന്തിച്ചോ? കഴിഞ്ഞ ആഴ്ചയിൽ അത് ശൈത്താന്റെ സ്വാധീനമാണ്, മറക്കരുത്. ഇന്ന് നീ തോൽക്കേണ്ടുന്ന വ്യക്തിയല്ല, നീ ഫൈറ്റ് ചെയ്ത് ജയിക്കണം. എന്റെ നാഥൻ ഉള്ളിടത്ത് ഞാൻ ഇരിക്കപ്പെടുമ്പോ എന്റെ ഉള്ളിനകത്ത് പിശാച് കയറി ഒരു തൊട്ട് കയറിൽ എന്റെ ജീവനെ ഒടുക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ ചില നഷ്ടങ്ങൾ നിന്നെ വിശാലമാക്കാൻ വേണ്ടിയിട്ടാണ്. നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായിട്ട് മടക്കി തരുന്ന ദൈവമാണ്. വിജയം ദൈവം നമുക്ക് തന്നിരിക്കും. നാം പിശാചിന് തോറ്റുകൊടുക്കേണ്ടവരല്ല.